വിശുദ്ധ ലൂക്കാസ് സുവിശേഷം അധ്യായം 10. അക്കാലത്ത് കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകുവാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. യേശു അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെയേറെ, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കൂടി ഉള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരികെ പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിൽ ഇറങ്ങിക്കൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരായി ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സൊദോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ആണ്ടുവട്ടത്തിൻ്റെ 14-ാമത്തെ ഞായറാഴ്ച ഇന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ ക്രിസ്തുനാഥൻ നമ്മെ പ്രേക്ഷിത ദൗത്യത്തിനായി ഒരുക്കുകയും അയക്കുകയുമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിലെ ഇന്നത്തെ ആദ്യ വായനയിൽ, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുകയും ജെറൂസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കുകയും അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു. ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സംതൃപ്തിയാണ് അവിടെ പറയുക. ഇന്നത്തെ 2-ാമത്തെ വായന അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലാണ്. അവിടെ നമ്മെ എല്ലാവരെയും പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തുന്നു. ഇതാ, പഴയതെല്ലാം കടന്നു പോയിരിക്കുന്നു. പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. നാം ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവിക സമാധാനത്തിന് നിലനിൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്നും അപ്പോസ്തലൻ ഓർപ്പെടുത്തുന്നു. കർത്താവിൻ്റെ കൃപയും സമാധാനവും സ്വീകരിച്ച് നമ്മൾ ആ നന്മയിൽ നിലനിൽക്കുവാൻ അപ്പോസ്തലൻ ഓർപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷം സത്യത്തിൽ നമ്മെ എല്ലാവരെയും അത്ഭുതകരമായ വിധം പ്രേക്ഷിത ദൗത്യത്തിന് ക്രിസ്തു ഒരുക്കുകയാണ്. യേശു ഓരോ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പ്രദേശങ്ങളിലേക്കും താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. ഏറ്റവും പ്രധാനമായി നമ്മൾ 7 നിർദ്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശു പറയുന്നു, മടിശീലയിൽ പണം കൊണ്ടുപോകരുത്. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് യേശു നൽകുക. ഈ ലോകത്തിൻ്റെ സമ്പത്തിൽ ആശ്രയിക്കാതെ ദൈവാശ്രയത്തിൽ ഈ യാത്ര തുടരണം. ചെരുപ്പ് ധരിക്കരുത്. നമ്മുടെ സുരക്ഷിതത്വം നോക്കി നാം യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മുടെ സംരക്ഷണം ദൈവകരങ്ങളിൽ അർപ്പിച്ച് യാത്ര തുടരണം. വഴിയിൽ ആരെയും നിങ്ങൾ അഭിവാദനം ചെയ്യരുത്. ദൈവത്തെക്കാൾ വലുതായി മറ്റാരെയും കരുതാൻ പാടില്ല എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. വിളിച്ചവനേക്കാൾ വലിയവനായി നിങ്ങൾ ഈ വഴിയിൽ കാണുന്ന ആരെയും കരുതേണ്ടതില്ല. വീണ്ടും, നിങ്ങൾ പ്രവേശിക്കുന്ന ഭവനത്തിന് സമാധാനം ആശംസിക്കണം. സത്യമാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് സമാധാനം. അത് ക്രിസ്തുവിൽ നിന്ന് നാം അവരിന് പകർന്നു നൽകുമ്പോൾ അതവർക്ക് നിലനിൽക്കുക തന്നെ ചെയ്യും. വീണ്ടും ആവശ്യപ്പെടുന്നു,
അവർ വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. ലാളിത്യത്തിൻ്റെയും എളിമയുടെയും മാർഗത്തിൽ ദൈവാശ്രയത്തിൽ ജീവിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട് എന്ന് ഓർപ്പെടുത്തുകയാണ്. ഭൂമിയിൽ ഒന്നും ഡിമാൻഡ് ചെയ്യുവാൻ അർഹതയില്ലാത്തവരാണ് വിളിക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരുമെന്ന് ക്രിസ്തു ഓർപ്പെടുത്തുന്നു. അവിടെയുള്ള രോഗികളെ നിങ്ങൾ സുഖപ്പെടുത്തുവിൻ. ക്രിസ്തു നമുക്ക് നൽകുന്ന വലിയൊരു അധികാരമാണിത്. ഈ പുണ്യഭൂമിയിൽ തിന്മയുടെയും പാപത്തിൻ്റെയും പൈശാചിക ബന്ധനത്തിൻ്റെയും ദുരനുഭവത്തിലായിരിക്കുന്നവരെ മോചിപ്പിക്കുവാൻ ക്രിസ്തു നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തിന് ശക്തി നൽകുന്നു. വീണ്ടും അവസാനമായി ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവിൻ. അതെ, ദൈവികമായ ദൗത്യത്തിൻ്റെ പൂർണ്ണത, സ്വർഗീയ മഹത്വത്തെക്കുറിച്ച് ഈ ഭൂമി അറിയിക്കുമ്പോഴാണ് നാം എല്ലാവരും പ്രേക്ഷിതരായി വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധമായ നാമം വഹിച്ചുകൊണ്ട് നാം ജീവിതയാത്ര തുടരുമ്പോൾ അതിലൊത്തിരിയധികം നന്മകളും അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ യേശു പറയുന്നു, നിങ്ങൾ സന്തോഷിക്കേണ്ടത്, ആനന്ദം കണ്ടെത്തേണ്ടത് ഇതിലൊന്നുമല്ല. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. എൻ്റെ പേര് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കൃപയുടെ സന്നിധിയിലുണ്ടോ? അല്ലെങ്കിൽ ആ പേരെഴുതപ്പെടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നാം സ്വീകരിച്ച വിളി വിശ്വസ്തയോടുകൂടി ജീവിക്കുമ്പോൾ, വചനത്തിൻ്റെ ശക്തിയിൽ നാം നിലനിൽക്കുമ്പോൾ നാം അനുഗ്രഹീതരായി തീരുക തന്നെ ചെയ്യും. നാം അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധമായ വിളിക്കനുസൃതമായി നിലകൊള്ളുവാൻ നമ്മെല്ലാവരെയും പ്രാപ്തരാക്കണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.